വാഴ 2. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണോ ക്രിയേറ്റിവിറ്റി ആയിട്ട് ചിന്തിക്കണം, അല്ലെങ്കിൽ ഇരുന്ന് അങ്ങനെ പോകുള്ളൂ. അതായി പറഞ്ഞു ഞാനിവിടെ വെറുതെ ഇരിക്കുമെന്നോ? ക്രിയേറ്റിവിറ്റി എനിക്കില്ലെന്നോ? ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താന്ന് എനിക്കറിയോ? പറഞ്ഞാൽ താൻ വിശ്വസിക്കുവോ? ഒറ്റ കാര്യം പറയാം, പിള്ളേര് ഇവര് ഈ പറയുന്നതൊക്കെ നേരാണോ? എന്റെ ഞരമ്പ് വലിഞ്ഞു മുറുകുന്നു, നെഞ്ചിടിപ്പ് കൂടുന്നു, എവിടുന്നില്ലാത്ത വേദന. ട്രാക്ക് മാറ്റി. ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട്. എനിക്ക് അതിനെ പറ്റി പറഞ്ഞു. എന്താണ് ഈ മലയാള സിനിമയിലുള്ളവർക്കുള്ള പ്രശ്നം? എന്താണ് നിങ്ങൾ എല്ലോ സെക്കൻഡ് പാർട്ട് വരും. ഭരണി എന്ന് പറയുമ്പോ അപ്പുണ്ണിയുടെ മത്തായി തനിക്ക് എപ്പോഴും ഇത് തന്നെയാണോ പണി? നല്ല സ്നേഹമുള്ള ആൾക്കാരാ അവിടെ, അതുകൊണ്ട് ഞാൻ നടന്നല്ല വന്നേ, പറന്നിങ്ങോട്ട് വന്നേ. എല്ലാ പാടത്തിനും ഇപ്പൊ വയറിളക്കം പോലെയാണ്. സെക്കൻഡ് പാർട്ട് വരും. നാരങ്ങ വല്ല വരുന്ന പിതുക്കി ഇങ്ങ് എടുക്കരുത്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കി, എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഒരു പക്കാ ഫീൽ ഗുഡ് പടം. താൻ എന്തോ ഇങ്ങനെ ആയിപ്പോയി, എനിക്കറിയാൻ പറ്റും. ഞാനെന്താ ഇങ്ങനെ ആയാലും ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു, എല്ലാവരും കൂടെ ചേർന്നല്ലേ ഇങ്ങനെ ആക്കിയതാ. അത് നിനക്ക് പെട്ടെന്ന് മനസ്സിലാവും, അത് നിന്റെ തൊഴിലല്ലേ. ഹാഷിറിനെ കൊണ്ട് തന്നെ അഭിനയിപ്പിക്കണമെന്ന് സെക്കൻഡ് പാർട്ടിൽ ഉണ്ടെങ്കിൽ ഹാഷിറിനെ കൊണ്ട് വേറെ പടം. ഇയാള് കിണയാണോ അതോ കിണയായിട്ട് അഭിനയിക്കുകയാണോ? നമ്മുടെ പയ്യന്മാരടാ, ഹാഷിറടാ. മോനി കട്ടിലെ കയറി ഒന്ന് കിടക്കാവോ? എന്തിനും അപ്പ അന്റെ വായി കയറി ഇരിക്കാൻ. ഫുൾ ഗ്യാങ്, അജിൻ, ഹാഷിർ, വിനായകൻ, അലൻ പൊളിച്ച. ഓ, അഭിനയത്തിന് വല്ല സമ്മാനം ഉണ്ടെങ്കിൽ അത് അവർക്ക് കൊടുക്കണം. ഞാനൊന്ന് കുളിക്കട്ടെ, തലയാകെ പെരുപെരുക്കുന്നു. എന്തിനാണ് ഈ സെക്കൻഡ് പാർട്ട്? എന്താണ് നിങ്ങൾക്കൊക്കെ ഒരു പടം എടുത്തങ്ങ് നിർത്തിക്കൂടെ? ഫസ്റ്റ് പാർട്ടില് അച്ഛന്മാരും മക്കളുടെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇതില് സിബ്ലിങ്സിനെ പറ്റിയാണ് ഈ സിനിമ പറയുന്നത്. താൻ എന്ത് പാടോ തലയും താലും ഇല്ലാതെ പിന്നെ ഓരോന്നൊക്കെ പറയുന്നത്? സിനിമ എന്ന് അവന്മാര് ഏറ്റെടുത്ത് മരിച്ചാണ് ഈ പടത്തിന് നിന്നതെന്ന് നമുക്കിങ്ങനെ ഓരോ സീൻ ബൈ സീൻ നമുക്ക് ഈ പഠിത്തം വെച്ച് അമേരിക്കയിലല്ല ചന്ദ്രനിലെത്തും. ഇതുപോലെ മാറാൻ ആഗ്രഹിക്കുന്ന ഒരാള് അശ്വന്ത് ഗോക്ക് ഈ കഴിഞ്ഞ ഏതോ ഒരു ഇതിൽ പറഞ്ഞിട്ടോ വീഡിയോയിൽ സെയിം സാധനം. നിങ്ങൾക്ക് ഈ സെക്കൻഡ് പാർട്ടിന്റെ ത്രെഡ് ഇട്ടിട്ട് എന്തിനാ കപ്പളങ്ങ തോരൻ വെച്ച് കൂട്ടിയാ മതി. കപ്പളങ്ങ തിന്നുന്ന എന്തിനാ? ഇങ്ങനത്തെ ക്രിമികടിക്ക് അതാണ് പടം ഞാൻ കാണാൻ പോകുന്ന സമയത്ത് എന്റെ മനസ്സിൽ നിന്ന് ഇതൊരു കിട്ടിലം പടമായിരിക്കും, ഇതൊരു കിട്ടിലം പടമായിരിക്കും. നിന്റെ വേലയൊക്കെ മനസ്സിരിക്കട്ടെ. എന്നെ കള്ളൻ എന്ന് വിളിക്കുന്നു, നടപടി എടുക്കണം. പിന്നെ വേറെ എന്തോ താ വിളിക്കേണ്ടത്? പുണ്യാത്മാവെന്ന് വിളിക്കാം. സെക്കൻഡ് പാർട്ട് ഒരു പാർട്ട് വരുത്താതെ അടുത്ത വല്ല പടം എടുക്കാൻ. ചാണകം എടുത്തോണ്ട് പോട്ടെ, ചാണകം തന്നെ നിന്നും മെഴുകാതെ ചാണകം. ചേട്ടനൊന്ന് വന്ന് കാണ്, ഞങ്ങളുടെ മുഖത്ത് വരുന്ന ഓരോരോ സാധനങ്ങള്. വാഴ 1 ഭയങ്കരമായിട്ട് വിചാരിക്കല്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?